തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും രഘുനാഥ് നാരായൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, എങ്ങനെയാണ് ഇപ്പോൾ പ്രദേശത്തുൾപ്പെടെ മഴയുടെ സാഹചര്യം? എങ്ങനെയാണ് മഴയുടെ അവസ്ഥ? എന്താണ്? ഒപ്പം തന്നെ വെള്ളവും? അക്ഷയ, പമ്പയിലൂടെയും അച്ചൻകോവിലാറ്റിലൂടെയും ഒക്കെ ഒഴുകി എത്തുന്ന കുട്ടനാട്ടിലേക്ക് ഒഴുകി എത്തുന്ന വെള്ളം പ്രധാനമായും കടലിലേക്ക് പോകുന്നത് തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെയാണ്. 2 ദിവസം മുമ്പ് തന്നെ ഇവിടെ പൊഴി മുറിച്ചിരുന്നു. ആകെ 40 ഷട്ടറുകളാണ് തോട്ടപ്പള്ളി സ്പിൽവേക്കുള്ളത്. ഇതിൽ 39 എണ്ണവും ഉയർത്തിയിട്ടുണ്ട്. ഒരെണ്ണം കേടുപാടുകളെ തുടർന്ന് ഉയർത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഉയർത്താത്തത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ കിഴക്ക് നിന്ന് വരുന്ന കിഴക്കൻ വെള്ളം ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ പൊഴിയിലൂടെ കടലിലേക്ക് അതിശക്തമായി ഒഴുകിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് സമാനമായ രീതിയിൽ തണ്ണീർമുക്കം ബണ്ടിൻ്റെയും ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. അന്ധകാരനഴിയിലും ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. അതായത് ആ കുട്ടനാട്ടിൽ ഈ കിഴക്കൻ വെള്ളമാണ് പലപ്പോഴും മിക്കപ്പോഴും കുട്ടനാട്ടിനെ മുക്കുന്നത്. അതുകൊണ്ട് ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെയും ഒപ്പം തന്നെ തണ്ണീർമുക്കം ബണ്ടിലൂടെയും ഒക്കെ വെള്ളം ഇതേപോലെ ഒഴുകി കടലിലേക്ക് പോയാൽ, കാരണം കടലും ഈ മഴക്കാല സമയത്ത് പ്രക്ഷുബ്ധമാകുമ്പോൾ വേലിയേറ്റമാണെങ്കിൽ വെള്ളം ഒഴുകിപ്പോകത്തില്ല. ഇപ്പോൾ വേലിയിറക്കമാണ്, അതുകൊണ്ട് വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അങ്ങനെ ഒരു വെള്ളം വലിയ രീതിയിൽ കടലിലേക്ക് വലിഞ്ഞു പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടനാട്ടിൽ അങ്ങനെ വലിയൊരു പ്രളയത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു വെള്ളപ്പൊക്കത്തിൻ്റെ സാധ്യതയില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. പക്ഷേ അപ്പോഴും പമ്പയും അച്ചൻകോവിലാറും ഒക്കെ കര കവിഞ്ഞ് തലവടി, ചമ്പക്കുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ ചില വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. 3 താലൂക്കുകളിലായി 11 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതുവരെ തുറന്നിട്ടുണ്ട്. 300-400 കുടുംബങ്ങളെ മാറ്റിയിട്ടുണ്ട്. മറ്റ് കാര്യമായ പ്രശ്നങ്ങൾ കാരണം ഈ റാന്നിയിലെയും ഒപ്പം തന്നെ ആറന്മുളയിലെയും ഒക്കെ വലിയ വെള്ളപ്പൊക്കം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും മനുഷ്യരുടെയൊക്കെ നെഞ്ചിടിപ്പ് കൂടും. ഈ വെള്ളമെല്ലാം ഒഴുകി എത്തി കുട്ടനാട് കടന്നു വേണം ഇതേപോലെ കടലിലേക്ക് പോകാൻ. അതുകൊണ്ട് അങ്ങനെ ഒരു ഭീതിയിലാണ് കുട്ടനാട്ടിലെ ജനങ്ങളുള്ളത്. പക്ഷേ അങ്ങനെ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്.